മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ കനക്കുകയാണ്. ഇറാനിൽ തുടരുന്ന ശക്തമായ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അതിനോടൊപ്പം ഉയർന്നു വന്ന സുരക്ഷാ ഭീഷണികളും മേഖലയുടെ സ്ഥിരതയെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ അമേരിക്ക ഇറാനിലുള്ള അമേരിക്കൻ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കാനുള്ള ദ്രുതഗതി നടപടികൾ ആരംഭിച്ചതിൽ നിന്നും ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെ ആക്രമിക്കാൻ ട്രംപ് കോപ്പ് കൂട്ടി കഴിഞ്ഞു എന്നുള്ള സൂചന തന്നെയാണ് എവിടെയും നിഴലിക്കുന്നത്. ഇറാനിൽ തുടരുന്ന കനത്ത ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെയും സുരക്ഷാ ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ പൗരന്മാർക്ക് കർശന മുന്നറിയിപ്പുമായാണ് അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇറാനിലുള്ള US പൗരന്മാർ രാജ്യമുടൻ വിടണമെന്നും മടങ്ങാനായി US സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. രാജ്യത്തെ പ്രക്ഷോഭങ്ങളും യാത്രാ തടസ്സങ്ങളും രൂക്ഷമായ സാഹചര്യത്തിൽ വിർച്വൽ US എംബസിയാണ് ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതും ആശയവിനിമയ സംവിധാനങ്ങളിലെ നിയന്ത്രണങ്ങളും യാത്രാ തടസ്സങ്ങളും സുരക്ഷിതമായി തുടരുന്നത് പ്രയാസകരമാക്കിയേക്കാമെന്നും അമേരിക്കൻ പൗരന്മാരോട് നിർദ്ദേശിച്ചു. അതേസമയം മേഖലയിൽ സംഘർഷം നിലനിൽക്കെ തന്നെ നയതന്ത്ര ചർച്ചകൾക്കും വഴി തുറക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 11:30 ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ US ഇറാൻ ആണവ ചർച്ചകൾ ആരംഭിക്കും. ഏകദേശം 9 മാസത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുമ്പോഴും നയതന്ത്ര ചർച്ചകൾ ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ ഉടൻ വിടുക, US സർക്കാരിന്റെ സഹായം ആശ്രയിക്കാതെ തന്നെ ഇറാൻ വിടാനുള്ള പദ്ധതി തയ്യാറാക്കുക എന്ന പുതിയ യാത്രാ നിർദ്ദേശത്തിൽ അതേസമയം അമേരിക്ക വ്യക്തമാക്കുന്നുമുണ്ട്. ഔദ്യോഗികമായ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പരിമിതികൾ ഉണ്ട് എന്ന് ബോധ്യമുള്ളതിനാൽ പൗരന്മാർ സ്വന്തം നിലയ്ക്ക് മടങ്ങാനുള്ള സംവിധാനം ഒരുക്കണമെന്നും US നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇറാനിലുടനീളം തുടരുന്ന പ്രതിഷേധങ്ങൾ കാരണം കനത്ത സുരക്ഷാ നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. റോഡുകൾ അടച്ചതും പൊതുഗതാഗതം തടസ്സപ്പെട്ടതും ഇന്റർനെറ്റ് വിച്ഛേദിച്ചതും മൊബൈൽ ലാൻഡ്ലൈൻ നെറ്റ്വർക്കുകൾ തടസ്സപ്പെടുത്തിയതും പൗരന്മാരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. വിമാന കമ്പനികൾ സർവീസുകൾ